ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു ഡോണ ടോക്കീസ്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് ടൊളേഡോയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള വൺ ഓഫ് ദ ഫേമസ് ഒരു കത്തീഡ്രലിലേക്കാണ്. യൂറോപ്പിലെ ഏറ്റവും എനിക്ക് തോന്നുന്നു രണ്ടാമത്തെ ഒരു കത്തീഡ്രലാണ്, ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള രണ്ടാമത്തെ കത്തീഡ്രൽ. ഇതിൽ ഒരുപാട് ആന്റിക് ആയിട്ടുള്ള കളക്ഷൻസ് ഉണ്ട്, സ്വർണ്ണങ്ങൾ വെച്ചിട്ടുള്ള കുറേ രൂപങ്ങളുണ്ട്, വിഗ്രഹങ്ങളുണ്ട്, എല്ലാം കൂടി ഒത്തുചേർന്ന ഭയങ്കര ക്ലാസിക് ആയിട്ടുള്ള ലുക്കുള്ള ഒരു കത്തീഡ്രലാണ്. അപ്പോൾ ആ കത്തീഡ്രലാണ് നീ കാണുന്നത്. ഒരുപാട് വർഷങ്ങൾ നീണ്ട പ്രയത്നത്തിന് ശേഷം ഉണ്ടാക്കിയ ഒരു കത്തീഡ്രൽ ആണെന്നാണ് പറയപ്പെടുന്നത്. കത്തീഡ്രലിന്റെ അടുത്ത് തന്നെ ഫേമസ് ആയിട്ടുള്ള ഒരു ചെറിയൊരു റിവർ പോലത്തെ ഒരു സെറ്റപ്പും ഉണ്ട്. അപ്പൊ അതെല്ലാം നമ്മൾ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ഇത് യുനെസ്കോന്റെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ പെട്ട ഒരു കത്തീഡ്രലാണിത്. പിന്നെ ഇപ്പൊ വേനൽക്കാലം ആകുന്നത് കൊണ്ട് ഒരുപാട് ആളുകൾ ഇങ്ങനെ വരുന്നുണ്ട്. ഇവിടുത്തെ പ്രധാന TV ചാനലുകളുള്ള ആൾക്കാരും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വരുന്നുണ്ട്. അവര് എത്രത്തോളം ജനങ്ങൾ സ്പെയിനിലേക്ക് വരുന്നു, അല്ലെങ്കിൽ ടൊളേഡോയിൽ എത്ര ആൾക്കാർ വരുന്നു എന്നുള്ളതിന്റെ കണക്കെടുപ്പും കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. അപ്പോൾ വേനൽ തുടങ്ങി, ഇനിയിപ്പോൾ ആളുകളൊക്കെ ഒരുപാട് തടിച്ചു കൂടും. കാരണം ഓരോന്ന് കാണാനായിട്ടും അതിനെക്കുറിച്ച് അറിയാനായിട്ടും. അപ്പോൾ നമുക്ക് കത്തീഡ്രലിന്റെ ഉള്ളിൽ കാണാനായിട്ട് പോകാം. കത്തീഡ്രലിന് മൊത്തത്തിൽ 8 ഗേറ്റ് ഉണ്ട്. അതിന്റെ മെയിൻ ഗേറ്റിൽ കൂടെ അല്ലാട്ടോ നമ്മൾ പോകുന്നത്. ടൂറിസ്റ്റുകാർക്ക് മാത്രം അനുവദിച്ചിട്ടുള്ള ഒരു ഗേറ്റ് ഉണ്ട്, അവിടെയാണ് നമ്മൾ പോയി നിൽക്കുന്നത്. പക്ഷെ ഈ ഒരു സമയത്ത് അവിടെ ഓപ്പൺ ആക്കിയിട്ടില്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. തിയേറ്ററിലേക്ക് പോകണമെങ്കിൽ അവിടെ നിന്ന് ഒരു ടിക്കറ്റ് എടുക്കേണ്ടി വരും. അപ്പൊ ഞങ്ങൾ ഇവിടെ ടൊളേഡോയിൽ തന്നെയാണ് സ്ഥിരതാമസക്കാരായതിന്റെ പേരിൽ നമുക്ക് നമ്മുടെ കാർഡ് കിട്ടും. ഈ കാർഡ് വെച്ചിട്ട് നമുക്ക് കയറാനായിട്ട് സാധിക്കും. അത് തികച്ചും സൗജന്യമാണ്. കത്തീഡ്രലിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഇൻഫർമേഷൻ സെന്റർ ആണിത്. ഇവിടെ നിന്നാണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. ഈ ഇൻഫർമേഷൻ സെന്ററിന്റെ ഉള്ളിൽ തന്നെ ടൊളേഡോയിലെ സോവനീറും ഡമസ്കിനാദോയും ഒക്കെ ഞങ്ങൾ കണ്ടു. ടൂറിസ്റ്റുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ട എല്ലാ സംഭവങ്ങളും ഇതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ടിക്കറ്റ് കൗണ്ടറിന്റെ ഉള്ളിൽ ടിക്കറ്റ് എടുക്കാനായിട്ട് ചെന്നപ്പോൾ അവിടെ ആരെയും കണ്ടില്ല. പിന്നെ സെക്കൻഡ് കൗണ്ടറിലേക്ക് പോയപ്പോഴാണ് അവിടെ ആൾക്കാരെ കണ്ടത്. അങ്ങനെ ഞങ്ങൾ 2 ടിക്കറ്റ് എടുത്തു. തികച്ചും സൗജന്യമാണെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. ടിക്കറ്റ് എടുത്ത ഉടനെ തന്നെ കത്തീഡ്രലിന്റെ എൻട്രൻസിലേക്ക് കയറി കഴിഞ്ഞാൽ അവിടെ സെക്യൂരിറ്റി ഉണ്ട്. സെക്യൂരിറ്റിക്ക് നമ്മൾ ടിക്കറ്റ്സ് കാണിച്ചു കൊടുത്ത ശേഷം ഞങ്ങൾ അകത്ത് കയറി. ഭയങ്കര മനോഹരമായിട്ട് സ്വർണ്ണ നിറത്തിലുള്ള ഒരു പള്ളി. എവിടെ നോക്കിയാലും സ്വർണ്ണ നിറത്തോട് കൂടിയിട്ടുള്ള ഒരു അന്തരീക്ഷം. കത്തീഡ്രലിന്റെ ഉള്ളിൽ തന്നെ ഒരുപാട് ചെറിയ ചെറിയ പള്ളികൾ. ഇവിടെ വന്നു കഴിഞ്ഞാൽ സമയം പോകുന്ന അറിയില്ല. ഒരുപാട് കണ്ടു തീർക്കാനായിട്ടുള്ളതുണ്ട്. എന്തായാലും തുടക്കം ഈ മധ്യഭാഗത്ത് നിന്നാകട്ടെ. ഇത് ഇവിടുത്തെ കൊയർ സെന്റർ ആണ്. ഇവിടുത്തെ കൊയർ ഗ്രൂപ്പിന്റെ റൂം. ഈ ഗരുഡൻ ആണ് ഇവരുടെ കൊയർ ഗ്രൂപ്പിന്റെ തലപ്പം. മനസ്സിലായി? അതിന്റെ ചിഹ്നമാണത് ടൊളേഡോയിലെ. ഇതിന്റെ ഗരുഡന്റെ പുറകിലുള്ള ആ സ്റ്റാൻഡിലാണ് അവര് പുസ്തകം വെക്കണത്, ട്രാക്കിൻ്റെതൊക്കെ. ഇവിടെ ഉണ്ട് പാട്ടുകാരും സ്റ്റേജും ഇവിടേക്കാണ് ഇവിടെ നിൽക്കുന്നത്. ഇതെല്ലാം ഗ്രൂപ്പിന്റെ കൊയർ ഗ്രൂപ്പിലുള്ളവരാണ് ഇവിടെ ഉള്ളവർ. അത് ഇവർക്ക് അതിന്റെ കൊയർ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് ഇരിക്കാനുള്ള ഇരിപ്പിടമാണത്. ഗൈസ്, നമ്മള് ഇപ്പൊ ടൊളേഡോയിലെ കത്തീഡ്രലിന്റെ ഉള്ളിലോട്ട് വന്നു. കുറച്ച് ഡിഫിക്കൽട്ട് ആണ് എന്തൊക്കെയാണ് ഇതിന്റെ ഉള്ളിലുള്ളതെന്നൊക്കെ അറിയാനായിട്ട്. കാരണം ആദ്യമേ നമുക്ക് ചെവിട്ടിൽ വെക്കാനായിട്ടൊരു ഹെഡ്ഫോൺ ഉണ്ടായിരുന്നു. ഇപ്പൊ അതില്ല, അത് നിർത്തലാക്കി. ഇപ്പൊ നമ്മുടെ മൊബൈലിൽ നോക്കിയിട്ടാണ് എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ അതിന്റെ എക്സ്പ്ലനേഷൻ കാര്യങ്ങളെല്ലാം വരുന്നത്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത് ഇതാണ് കത്തീഡ്രലിന്റെ ഏറ്റവും വലിയൊരു ഹാർട്ട് എന്ന് പറയുന്നത്. കത്തീഡ്രലിന്റെ ഹാർട്ട് ഇരിക്കുന്നത് ഇവിടെയാണ്. അത് ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇതാണ് നമ്മുടെ കത്തീഡ്രൽ പള്ളി. ഈ പള്ളിയുടെ ക്രോസ് ആണ്. ഇതാണ് ശരിക്കും ഇതിന്റെ ക്രോസ് രൂപം. അതിന്റെ സെന്റർ പോയിന്റ് ആണ് ഈ കാണുന്ന ലൈറ്റ്. കത്തീഡ്രലിന്റെ സെന്റർ ആണിത്. ഇവിടുന്ന് തന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മൊബൈലിലെ QR കോഡ് വഴി ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കത്തീഡ്രലിന്റെ എല്ലാവിധ ഇൻഫർമേഷനും കിട്ടും. ഓരോ സ്ഥലങ്ങളിലേക്ക് എങ്ങനെ പോകണം എന്നുള്ളതെല്ലാം അവർ ആ ഇൻഫർമേഷനിൽ കൊടുത്തിരിക്കുന്നുണ്ട്. കത്തീഡ്രൽ നമ്മൾ ചുറ്റോട് ചുറ്റും ചുറ്റി കാണുമ്പോഴും പള്ളിയുടെ ഓരോ ഭാഗങ്ങളിലും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. പള്ളിയുടെ ഉള്ളിൽ തന്നെയുള്ള ഒരു ചെറിയ വഴിയാണിത്. പോയ ആളുകളെല്ലാം വളരെ ആശ്ചര്യത്തോടെയാണ് തിരിച്ചു വരുന്നത്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് പോകാനൊരു പൂതി. യേശുവിന്റെ ക്രൂശുമരണം, വിശുദ്ധര രൂപങ്ങൾ മാത്രമേ ഞാൻ ശ്രദ്ധിച്ചുള്ളൂ. പിന്നീട് നടന്നു വന്നപ്പോഴാണ് വേറൊരു കാര്യം എന്റെ ശ്രദ്ധയിൽ പെട്ടത്. അത് വേറെ ഒന്നുമല്ല, മരിച്ചുപോയ ഒരു അച്ഛനെ അങ്ങനെ തന്നെ അടക്കം ചെയ്തിരിക്കുന്നു. അച്ഛനെ വിശുദ്ധനായിട്ട് പ്രഖ്യാപിച്ചു. അച്ഛന്റെ അസ്ഥികൂടങ്ങളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും. സാന്ത ഉർസുല എന്നാണ് ഈ ഒരു വിശുദ്ധന്റെ പേര്. 1673 മരിച്ച ഒരു വിശുദ്ധനാണിത്. ആദ്യമൊന്നും ഞങ്ങൾക്ക് രണ്ടുപേർക്കും മനസ്സിലായില്ല. പിന്നീട് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻസും കാര്യങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞ ശേഷമാണ് ഇതിന് വിശുദ്ധന്റെ ശരീരമാണ് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചതാണെന്നൊക്കെ അറിഞ്ഞത്. ആ കാഴ്ചകൾ കണ്ട ശേഷം അടുത്ത സ്ഥലത്തേക്കുള്ള ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. കത്തീഡ്രൽ അല്ലേ, അതിൽ കാണാനായിട്ട് ഒരുപാട്
ഒരുപാട് കാഴ്ചകൾ ഉണ്ടാവുമല്ലോ. നമ്മൾ തപ്പിപ്പിടിച്ച് ഓരോ സ്ഥലത്തേക്ക് കണ്ടെത്തി പോകണമെന്നൊന്നുമില്ല. പോവേണ്ട സ്ഥലങ്ങളൊക്കെ നമ്മൾ അറിയാതെ തന്നെ നമുക്ക് മുമ്പിൽ തുറന്നു കാണിച്ചു തരും. കത്തീഡ്രൽ അടക്കി ഭരിച്ചിരുന്ന ഭരണാധികാരികളുടെ ഫോട്ടോസ് ഒക്കെ വെച്ചിരിക്കുന്ന ഒരു ഗാലറിയാണ് ഈ കാണുന്നത്. ക്രിസ്തുവിന്റെ മരണത്തിന് ശേഷം 100 വർഷങ്ങൾക്ക് ശേഷം ഉള്ള കണക്ക് കൂട്ടാണ് ആ ഫോട്ടോ ചെയ്യുന്നത്. അപ്പം അത്രയും പഴക്കമുള്ളതാണ്. മേ ബി ഈ ഒരു ചർച്ചയും നമ്മുടെ ഈ പറഞ്ഞ പോലെ ഇതിൽ ക്രിസ്ത്യൻ ചർച്ച ആയിരിക്കണം എന്നില്ല. ചരിത്രം ചോദിന്ന് അന്വേഷിക്കേണ്ടി വരും. കാരണം AD 103 പുരോഹിതനാണത്. യേശുക്രിസ്തു വന്നിട്ട് ഇപ്പൊ 2025 കൊല്ലമല്ലേ മരിച്ചിട്ടായിട്ടുള്ളൂ. അതിന് 33.5 വർഷം പുള്ളി ജീവിച്ചിരുന്നുള്ളൂ. അതിനേക്കാളും 33 എന്നുള്ളതൊരു 70 വർഷം മുമ്പുള്ള പുരോഹിതനാണ് അദ്ദേഹം. അപ്പൊ ഇത് ശരിക്കും ക്രിസ്ത്യൻ ചർച്ച അല്ല, പൗരോഹിത ചർച്ചാണ്. ഈ പള്ളി എന്ന് പറയുന്നത് പുരാണമാണ്. അതായത് ക്രിസ്ത്യാനിറ്റി ഉണ്ടാവുന്നതിന് മുമ്പുള്ള പള്ളിയാണ്. അതിനുള്ള ചരിത്രങ്ങളാണിത്. അപ്പം അത് കഴിഞ്ഞിട്ട് 312 ആളുടെ ഫോട്ടോ ആണ് ഇവിടെ കൊടുത്തേക്കണേ. സെക്കൻഡ് കൊടുത്തേക്കണത് അത് ആ വടിയുടെ നടുക്കൊരു ഉണ്ടുണ്ട് അവർക്ക്. ആ ഉണ്ട തുടങ്ങിയുള്ള ആൾക്കാർ 312. അത് കഴിഞ്ഞിട്ട് 405 വർഷം കഴിഞ്ഞിട്ടുള്ള ആളാണ് ഇയാള്. മേ ബി അത് ഇതിലേതെങ്കിലും ഒരാളായിരിക്കാം. ഇതൊക്കെ ചില ആളുകൾ മരിച്ച വർഷം പോലും അറിയില്ല, ഇതിന്റെ അകത്ത് എഴുതി വെച്ചിട്ടില്ല. 24 പേരുടെ മരിച്ച വർഷം ഇതിന്റെ അകത്ത് എഴുതിയിട്ടില്ല. അല്ല, മരിച്ച വർഷവും എന്താ ഉദ്ദേശിക്കണെന്ന് അറിയില്ല, പക്ഷെ അത് എഴുതിയിട്ടില്ല. അത്രയും കാലപ്പഴക്കമുള്ള സംഭവമാണ്. അപ്പം ഇതുണ്ട് ഇവിടെ ഡബിൾ ക്രോസ് ഒക്കെയാണ് ഇവിടെ വെച്ചേക്കണേ. ഇവിടെയുള്ള പള്ളിയിൽ അച്ഛൻ ഒരു പുള്ളിക്കാരുടെ കയ്യിൽ 2 തലയുള്ള ക്രൂശുകളാണ് ഇവിടെ ഉള്ളത്. അത് വ്യത്യസ്തമാണ്. ഇതിലെല്ലാം ഇതുണ്ട്. ഇതൊക്കെ 2 കുരിശുകളാണ്. എന്താണ് ഈ 2 കുരിശിന്റെ അർത്ഥം? എന്താണ് 2 കുരിശിന്റെ അർത്ഥം എന്ന് നമുക്കറിയില്ല, അതെനിക്കും അറിയില്ല. ഇത് വ്യത്യസ്തമായ വേറെ 2 കുരിശ്, എല്ലാം പിന്നെ അങ്ങോട്ട് 2 കുരിശുകളാണ്. താഴെയുള്ളതെല്ലാം 2 കുരിശുകളാണ്. അവരുടെ ഇടവടിയുടെ ചിഹ്നമായിരിക്കാം. പക്ഷെ യേശുവിന് മുമ്പാണെങ്കിൽ പിന്നെ എങ്ങനെ ഈ കുരിശ് വന്നു? കുരിശ് പണ്ടുകാലം മുതലേ ഉണ്ട്. ഇവിടെ കുരിശ് മാറി ഇപ്പൊ ഇടയൻ എന്നുള്ളൊരു സംഭവത്തിലേക്ക് എത്തിച്ചേർന്നു. അല്ല, ഇത് ഇദ്ദേഹമാണ് ഈ ജനങ്ങളുടെ ഇടയൻ എന്നുള്ളൊരു പോസ്റ്ററിലേക്ക് എത്തിച്ചേർന്നു. അപ്പൊ കുരിശ് മാറി ഒരു ഇടയന്റെ കോലായി. അതുവരെ അധികാരമായിരുന്നു. ഇവരെല്ലാം രാജാക്കന്മാരെ പോലെ ആയിരുന്നു. ഇതാണ് ലാസ്റ്റ് ജീവിച്ചിരിക്കുന്ന വ്യക്തി. അത് കഴിഞ്ഞിട്ട് ഈ പള്ളിയുടെ അധികാരത്തിലേക്ക് വന്നവരാരുമില്ല. ഈ മരിച്ചിരുന്ന തലയുടെ മുകളിൽ കൂടെ ഓരോ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൊടിയാണ്. ഇതിവിടെ ഭരിച്ചിരുന്ന രാജാക്കന്മാരും കൂടിയാണ് അവര്. ഈ നാടിന്റെ രാജാക്കന്മാരാണത്. ഇത് പള്ളിയായിരുന്നു. ഇത് പള്ളിയല്ല. ഇവിടുത്തെ ക്രിസ്ത്യൻ മതവും മതത്തിൽ വിശ്വസിക്കുന്നതും മതത്തിന് താഴെയുള്ള ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. അവരുടെ ഭരിച്ചിരുന്ന രാജാവ് കൂടിയാണത്. തീരുമാനങ്ങളും നിയമങ്ങളും എല്ലാം അവരുടെ എല്ലാം കൊടിയാണത് കാണിക്കണേ. അതിലൊക്കെ കുരിശാണ്. ഇതിലൊന്നുമില്ല. ഇവരെ കൊടികൾ ഏതാന്നുള്ള ചരിത്രം നമ്മുടെ കയ്യിലില്ല. അതൊക്കെ നഷ്ടപ്പെട്ടു പോയി. ഇവിടെയാണ് ഇവിടുത്തെ ബിഷപ്പുമാര് വന്ന് പ്രധാന കാര്യങ്ങൾ ഒപ്പുവെക്കാനൊക്കെ വരുന്ന സ്ഥലം. അവിടെ ഒരാൾ കിടക്കണ്ടല്ലോ. പള്ളിയോട് ചേർന്ന് തന്നെ അടക്കം ചെയ്യുന്ന ഒരു രീതിയാണ്. പള്ളിയോട് ചേർന്നല്ല, പള്ളിയുടെ ഉള്ളിൽ തന്നെ. പിന്നെ അത് പള്ളിയോട് ഇതാണ് പള്ളി. ഇതിന്റെ പള്ളിയുടെ ചുറ്റുമുള്ള വഴികളാണിത്. അതിന്റെ ചുറ്റുമാണ് ഇവര് ബിൽഡിംഗ് പണിത് അടക്കം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കത്തീഡ്രലിന്റെ ഗാലറിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഓരോ സ്ഥലങ്ങളിലേക്ക് നമ്മൾ നടക്കുമ്പോഴും ഓരോ ചെറിയ ചെറിയ ഗ്രില്ലിട്ട വളരെ സുരക്ഷിതമായിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റും. കത്തീഡ്രലിലെ മെയിൻ ആയിട്ടുള്ള സ്ഥാനം വഹിച്ച അച്ഛന്മാരെ എല്ലാം അടക്കം ചെയ്തിരിക്കുന്ന ഒരു സ്ഥലമാണിത്. പള്ളിയിലേക്ക് പണ്ടത്തെ രാജാക്കന്മാരുടെ സംഭാവന ചെയ്തിട്ടുള്ള വില കൂടിയ വസ്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മൾ ഇനി കാണാനായിട്ട് പോകുന്നത്. മാതാവിന്റെ രൂപം, ക്രൂശിത രൂപം, കപ്പല് അങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്വർണത്തിൽ തീർത്ത, ചെമ്പിൽ തീർത്ത എല്ലാ വസ്തുക്കളും ഇവിടെയുണ്ട്. ഇതിലെന്നെ വിസ്മയിപ്പിച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ബൈബിളുകളാണ്. പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ബൈബിളാണിത്. ചിത്രങ്ങളോട് കൂടിയ ബൈബിള്. 3 ബൈബിളാണ് ഇവിടെ ഉള്ളത്. വ്യത്യസ്തപരമായിട്ടുള്ള നിയമങ്ങളും ചട്ടങ്ങളും ക്രിസ്ത്യാനികൾ അനുസരിക്കേണ്ടതായിട്ടുള്ള, പാലിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ എഴുതി കൂട്ടിച്ചേർത്ത ബൈബിളുകൾ. പള്ളിയുടെ മെയിൻ ആയിട്ടുള്ള പൗരോഹിത കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് പണ്ടത്തെ പുരോഹിതന്മാർ ഉപയോഗിച്ചിരുന്ന എല്ലാ സാധനങ്ങളും ഇവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. വളരെ കാമാൻ ക്വയറ്റായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു ചെറിയ സ്ഥലവും ഞങ്ങൾ കണ്ടു. പിന്നെ അവിടുന്ന് മുന്നോട്ട് നടന്ന് ഗാലറിയിലേക്കാണ്. വെളിച്ചമുണ്ടോ എന്ന് വെച്ചാൽ വെളിച്ചമുണ്ട്, പക്ഷെ ഇരുട്ടാണോ എന്ന് വെച്ചാൽ ഇരുട്ടുമാണ്. അതേപോലെയാണ് കത്തീഡ്രൽ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഗാലറിയുടെ ഉള്ളിലോട്ട്
കയറി കഴിഞ്ഞപ്പോഴേക്കും വളരെയധികം സന്തോഷം തോന്നി. ബൈബിളിലൊക്കെ നമ്മൾ വായിക്കുന്ന കഥാപാത്രങ്ങളെല്ലാം ഇവിടെ കാണാനായിട്ട് സാധിക്കും. ഗാലറി മൊത്തത്തിൽ അങ്ങോട്ട് അലങ്കരിച്ച് വെച്ചിരിക്കുകയാണ്. മാലാഖമാരും വിശുദ്ധന്മാരും അതുപോലെ തന്നെ യേശുവിന്റെ 12 ശിഷ്യന്മാരൊക്കെ ആയിട്ട് ഗാലറി മൊത്തത്തിൽ അങ്ങോട്ട് ഉഷാറായിട്ടുണ്ട്. ബൈബിളിലെ ഓരോ കഥയും കഥാപാത്രങ്ങളൊക്കെ ചിത്രത്തിലൂടെ വരച്ചു വെച്ചിരിക്കുന്ന ഗാലറി. ചിത്രങ്ങളിൽ ഓരോന്നിലും ഞങ്ങൾ കണ്ണോടിച്ചു പോയപ്പോ സൺഡേ സ്കൂളിൽ പഠിച്ച ആ പഴയ കാലഘട്ടം ഓർമ്മ വന്നു. ഗാലറിയിൽ നിന്ന് കാഴ്ചകളൊക്കെ കണ്ട ശേഷം ഇനി നമുക്ക് ലാസ്റ്റ് പോകാനുള്ളത് കത്തീഡ്രലിന്റെ പുറത്തായിട്ടാണ്. പൂർണ്ണമായിട്ടും കത്തീഡ്രലിന്റെ പുറത്തല്ല, എന്നാലും കത്തീഡ്രലിനോട് കുറച്ച് മാറി നിൽക്കുന്ന ഒരു ചെറിയൊരു മുറി. അവിടെയും 2 വിശുദ്ധന്മാരെ അടക്കം ചെയ്തു വെച്ചിട്ടുണ്ട്. ഈ പള്ളിയിലെ പൗരോഹിത്യം വരിച്ച എല്ലാ അച്ഛന്മാരെയും ഇവിടെ തന്നെയാണ് അടക്കം ചെയ്തിരിക്കുന്നത്. കത്തീഡ്രലിന്റെ എല്ലാവിധ പോർഷനും നമ്മൾ ഇന്നത്തെ വ്ലോഗിൽ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അതിൽ മെയിൻ കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഈ വ്ലോഗിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളൂ. ഇനി ലാസ്റ്റ് ആയിട്ട് കാണാനുള്ളത് ഒരു സ്വർണം കൊണ്ടുള്ള കത്തീഡ്രലാണ്. കത്തീഡ്രലിന്റെ അതേ മാതൃകയിൽ നിർമ്മിച്ച സ്വർണ്ണരൂപം. മാതാവിന്റെ സ്വർഗാരോഹണം വരുന്ന സമയത്താണ് ഈ ഒരു സ്വർണ്ണരൂപം എല്ലാവരും കാണുന്നത്. കത്തീഡ്രലിന്റെ ഈ സ്വർണ്ണരൂപം വെളിയിലേക്ക് കൊണ്ടുവരും. തൊളേതോട് സെന്ററായ സൊക്കതോറിലാണ് ഈ ഒരു സ്വർണ്ണരൂപം പ്രദർശനം വെക്കുന്നത്. ഒരുപാട് ആളുകളാണ് ഇത് കാണാനായിട്ട് തന്നെ വരുന്നത്. വർഷത്തിൽ ഒരിക്കലാണ് ഈ ഒരു ചടങ്ങ് നടക്കുന്നത്. ഗൈസ്, അപ്പോൾ കത്തീഡ്രലിന്റെ ഫുൾ വീഡിയോ നമ്മൾ എടുത്തു കഴിഞ്ഞു. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് സ്വർണ്ണത്തിൽ തീർത്ത നമ്മുടെ കത്തീഡ്രലിന്റെ പള്ളി. അപ്പോൾ ഇവിടുന്ന് തന്നെ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കത്തീഡ്രലിന്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണുന്നതായിരിക്കും. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.